ഉമാ തോമസ് എം.എൽ.എ കാൽ വഴുതി താഴേക്ക് വീഴുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്നത് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ഉമാ തോമസിനടുത്തിരുന്ന വ്യക്തി എം.എൽ.എ കാൽ വഴുതിയതും താഴേക്ക് പതിച്ചതും നിമിഷ നേരത്തിനുള്ളിലായിരുന്നു. തൊട്ടടുത്തിരുന്ന കമ്മീഷണർ അതിവേഗം പ്രതികരിച്ചു. കൈ നീട്ടി ഉമാ തോമസിനെ പിടിക്കാൻ ശ്രമിച്ചു. കൈ എത്തും മുമ്പ് തന്നെ ഉമാ തോമസ് താഴേക്ക് പതിച്ചു. ഒന്ന് താഴേക്ക് നോക്കിയ കമ്മീഷണർ ഉടൻ താഴേക്ക് പോയി. പിന്നീട് ആ വേദിയിൽ ആഘോഷിക്കാനും ആവേശത്തിൽ പങ്കാളിയാകാനും കമ്മീഷണർ ഉണ്ടായിരുന്നില്ല. തൊട്ടു മുമ്പിലെ ദുരന്തം ആ കമ്മീഷണർ തിരിച്ചറിഞ്ഞു. ഉമാ തോമസിന്റെ ചികിത്സ ഉറപ്പാക്കലിലും അപകട അന്വേഷണത്തിനും കമ്മീഷണർ നീങ്ങി. കലൂർ സ്റ്റേഡിയത്തിൽ പിന്നീട് കമ്മീഷണർ എത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതേ കമ്മീഷണറുടെ 2 സീറ്റ് അപ്പുറത്തായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇരുന്നത്. ഉമാ തോമസ് നടന്നു നീങ്ങിയത് മന്ത്രിയുടെ അടുത്തേക്കായിരുന്നു. കൈവീശി മന്ത്രിയെ എം.എൽ.എ അഭിവാദ്യം ചെയ്തത് മുതൽ മന്ത്രിയുടെ ശ്രദ്ധ ഉമാ തോമസിലായിരുന്നു. കാൽ വഴുതുന്നതും വീഴുന്നതും മന്ത്രിയും കണ്ടു. ആദ്യം മന്ത്രിയുടെ തൊട്ടടുത്തിരുന്ന ആൾ തലയിൽ കൈവച്ചു. മന്ത്രിയും കൈവെക്കുന്നത് പുറത്തു വന്ന വീഡിയോയുടെ അവസാനം കാണാം. എന്നിട്ടും പക്ഷേ കമ്മീഷണറെ പോലെ മന്ത്രി തന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർത്തില്ല. നിയമസഭയിലെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ആ വേദി വിട്ടതുമില്ല. ദിവ്യ ഉണ്ണിയും കൂട്ടരും പിരിവെടുത്ത കോടികളുണ്ടാക്കിയ പരിപാടിയുടെ മാറ്റ് കുറയ്ക്കാതിരിക്കാൻ മന്ത്രി കരുതലെടുത്തു. ആ വേദിയിലുണ്ടായിരുന്ന VIP-കളെല്ലാം കമ്മീഷണറെ പോലെ ഉമാ തോമസ് വീണപ്പോൾ തന്നെ വേദി വിടേണ്ടവരും എം.എൽ.എക്ക് അതിവേഗ ചികിത്സയൊരുക്കാൻ ഇടപെടൽ നടത്തേണ്ടവരുമായിരുന്നു. മന്ത്രിയും മറ്റു ചിലരും കടമ മറന്നു എന്നതാണ് വസ്തുത. കമ്മീഷണറും മന്ത്രിയും ഇരുന്നത് കുന്തം വിഴുങ്ങിയതുപോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് ഷിയാസ് ആരോപിച്ചിരുന്നു. എന്നാൽ കമ്മീഷണറുടെ കാര്യത്തിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഉമാ തോമസിനെ രക്ഷപ്പെടുത്താൻ അതിവേഗ ശ്രമം പോലും കമ്മീഷണർ നടത്തിയെന്നതാണ് വസ്തുത. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഗിന്നസ് ഡാൻസ് പരിപാടിക്കിടെ ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മന്ത്രിയും ADGPയും അടക്കം വേദിയിലുണ്ടായിരുന്ന വേളയിലാണ് അപകടം സംഭവിച്ചത്. നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് വേദി താൽക്കാലികമായി ഒരുക്കിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിൻനിരയിലിരുന്ന ഉമാ തോമസ് മുൻനിരയിലേക്ക് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഒരു കസേരയിൽ ഇരുന്ന ശേഷം പിന്നീട് മാറിയിരിക്കുകയാണ്. ശേഷം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അടുത്ത് എത്തുന്നതിന് മുമ്പായിരുന്നു അപകടം സംഭവിച്ചത്. കമ്മീഷണറുടെ അടുത്തെ കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് താഴേക്ക് വീണത്. വേദിയിൽ നിന്ന് റിബൺ കെട്ടിയ സ്റ്റാൻഡിലേക്ക് ചാഞ്ഞുകൊണ്ടായിരുന്നു വീഴ്ച. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ പൂർണിമ, നടൻ സിജോ വർഗീസ്, മന്ത്രി സജി ചെറിയാൻ എന്നിവരെയും വീഡിയോയിൽ കാണാം. വേദിയുടെ വലിപ്പം 1.5 മീറ്റർ ആയിരുന്നു. അതിൽ 2 നിരയായിട്ടായിരുന്നു കസേര ക്രമീകരിച്ചത്. കമ്മീഷണറുടെ ഇടപെടലും വീഡിയോയിൽ വ്യക്തമാണ്. 12,000-ഓളം കലാകാരന്മാർ പങ്കെടുത്ത പരിപാടിയാണ്. നല്ല രീതിയിലാണ് അത് സംഘടിപ്പിച്ചത്. പണപ്പിരിവിനെക്കുറിച്ച് പത്രത്തിൽ വായിച്ചാണ് അറിഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവരെല്ലാം അണിനിരുന്ന പരിപാടി തുടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. 8 മിനിറ്റാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത്. ആ സമയത്ത് 8 മിനിറ്റ് ഈ പരിപാടി നടത്തിയേ പറ്റൂ എന്ന അന്തരീക്ഷമായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ എം.എൽ.എ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് സജി ചെറിയാൻ പറയുന്നത്. ഇത്ര ഗൗരവമേറിയ ഒരു അപകടം അവർക്ക് സംഭവിച്ചെന്ന് അപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഞായറാഴ്ചയാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം പരിപാടി നടന്നത്. ഇതിന്റെ ഉദ്ഘാടന വേളയിലാണ് ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് താഴേക്ക് വീണത്. തലയ്ക്കും ശ്വാസകോശത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.